ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 6 മന്ത് മേ ബി ഒരു 8 മന്ത് ആവുന്നേ ഉള്ളൂ. അത് മാത്രല്ല ഞാൻ ഈ കുവൈത്തിൽ പോയതിന് ശേഷം എൻ്റെ ബോസ്, എൻ്റെ മാഡം അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു മോനുണ്ട്, ചെറുതായിട്ടൊരു ഡിസബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ മോന് ഒരു ഓൺ വോയിസ് ഇങ്ങനെ ചെയ്ത്, കാരണം അവൻ അങ്ങനെ മദ്രസയിൽ കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുവരാ, അതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ആ സാഹചര്യത്തിൽ ഒരു ഓൺ വോയിസ് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ചെയ്ത്, അങ്ങനെ ആ മോന്റെ എന്താ പറയാ മൈൻഡൊക്കെ ഒന്ന് മാറി അവൻ അത്രത്തോളം ഡെവലപ്പ് ആവാൻ കാരണം ഞാനൊരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ കുവൈത്തിൽ 5 വർഷമായി. അതിന് മുന്നേ സൗദി, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പബ്ലിക് ഡാൻസിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ വാപ്പ പഴയ കാലത്തൊരു ഡാൻസറാന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്താക്കി, എനിക്ക് തോന്നി എന്തുകൊണ്ട് പബ്ലിക്കിൽ ചെയ്തുവിടാ. ആ പാട്ടാണെങ്കിലും ഇനിയിപ്പോ ആൽബം സോങ് ആണെങ്കിലും ഒക്കെ പബ്ലിക്കിലാണ് ചെയ്യാറ്. പക്ഷെ ഞാനൊരു ഡാൻസർ അല്ല, ഒരു പബ്ലിക് ചലഞ്ചർ എന്നുള്ള രീതിയിൽ എത്രയോ നല്ല ഡാൻസർമാരെ അക്കൗണ്ടുകൾ